സിഇഒ തന്റെ സഹോദരിയുടെ സുഹൃത്തുമായി ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രണയത്തിലാവുന്നു. എന്നാൽ പെൺകുട്ടിയെക്കാട്ടിലും 10 വയസ്സ് തനിക്ക് കൂടുതലുള്ളതിനാൽ അയാൾ ആ പരിധി ലംഘിക്കാൻ മുതിർന്നില്ല. ഈ ജീവിതത്തിൽ ഒരിക്കലും അവർ ഒരുമിക്കില്ല എന്നാണ് അയാൾ കരുതിയിരുന്നത്. പക്ഷേ ക്ലബിലെ പാർട്ടിയിൽ വെച്ച് അമിതമായി മദ്യപിച്ച പെൺകുട്ടിയാവട്ടെ അവന്റെ കൈകളിൽ വന്നുപെടുന്നു. ആ ദിവസം അയാൾക്ക് എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം അവളുടെ മനസ്സ് മാറിയല്ലോ എന്ന് കരുതി അയാളാവട്ടെ അവളെ കൊണ്ട് വിവാഹ സർട്ടിഫിക്കറ്റ് എടുക്കാനായി പോകുന്നുണ്ട്. വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ അയാൾ അവളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് പിടിച്ചു വാങ്ങിയിട്ട് ഇത് താൻ സൂക്ഷിച്ചോളാമെന്ന് പറയുന്നു. പെൺകുട്ടി അതിന് സമ്മതം അറിയിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ പെൺകുട്ടിക്കാവട്ടെ വിവാഹ നിശ്ചയം മോതിരം തെരഞ്ഞെടുക്കാനായിട്ട് സിഇഒയുടെ ഒരു സന്ദേശം ലഭിക്കുന്നു. അവളുടെ അടുത്ത കൂട്ടുകാരിയായ സിഇഒയുടെ സഹോദരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവളാവട്ടെ ഏറ്റവും വിലപിടിപ്പുള്ള മോതിരം സെലക്ട് ചെയ്യാനായി അവളോട് ആവശ്യപ്പെടുന്നു. പക്ഷേ പെൺകുട്ടിയാവട്ടെ അവനെ വേണ്ട വിധം അറിയില്ല എന്ന് പറയുന്നു. പെൺകുട്ടി താൻ ആവശ്യപ്പെട്ട പോലെ പറയില്ല എന്ന് മനസ്സിലാക്കി അവളുടെ സുഹൃത്താവട്ടെ ഉടനടി തന്നെ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് ഏറ്റവും വലിയ വജ്രമോതിരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദ സന്ദേശം അയക്കുന്നു. ആ യുവാവ് തന്റെ സഹോദരിയുടെ ശബ്ദമാണതെന്ന് ഉടനടി തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതിനുശേഷം സിഇഒ ആവട്ടെ അവളെ വീഡിയോ കോളിൽ വിളിച്ച് ഏത് മോതിരമാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നു. മോതിരം തിരഞ്ഞെടുക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിയാവട്ടെ ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ മോതിരം സെലക്ട് ചെയ്യുന്നു. എന്നാൽ സിഇഒ ആവട്ടെ ചെറുതും വലുതുമായ 2 തരം വജ്രമോതിരങ്ങൾ അവൾക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. പെൺകുട്ടിയുടെ ഭർത്താവ് ആരാണെന്ന് അറിയാൻ സുഹൃത്തിന് വല്ലാത്ത ജിജ്ഞാസ ഉണ്ടായിരുന്നു. ഉടനടി തന്നെ പെൺകുട്ടിയുടെ കയ്യിലായിരുന്ന ഫോൺ തട്ടിയെടുത്തിട്ട് തന്റെ സഹോദരനാണെന്നറിയാതെ അയാളുടെ ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അയാൾക്ക് മെസ്സേജ് അയക്കുന്നു. ഈ മെസ്സേജ് കണ്ട സിഇഒയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ സഹോദരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ജോലിക്കാരിയെ വിളിച്ചിട്ട് തന്റെ സഹോദരിയെ ഇപ്പോൾ തന്നെ വീടിന് വെളിയിലാക്കാൻ അയാൾ നിർദ്ദേശിക്കുന്നു. പെൺകുട്ടിയുടെ സുഹൃത്ത് അവിടുന്ന് പോയതിനു ശേഷം അവളെ യുവാവിനോട് തന്റെ സുഹൃത്തിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. സിഇഒയുടെ സഹോദരിയാവട്ടെ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. അതുമാത്രമല്ല തന്റെ ഭർത്താവിനെ വിശകലനം ചെയ്യാൻ തന്റെ സുഹൃത്തിന് സാധിക്കുമെന്നും അവൾ കരുതി. തന്റെ സഹോദരിയാണെന്നും ഇതുവരെയുള്ള കള്ളങ്ങൾ പിടിക്കപ്പെടുമെന്ന് അറിയാനിട്ട് പോലും അയാള് അവളോട് അതിന് സമ്മതം മൂളുന്നു. പെൺകുട്ടിയെ കാണാനായി യുവാവ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കേക്കുമായി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവനായി ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെയും തയ്യാറാക്കി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പെൺകുട്ടി സിഇഒയുടെ കയ്യിലിരിക്കുന്ന കേക്കിനായി കൈ നീട്ടുന്നുണ്ട്. എന്നാൽ അയാൾ അത് അവൾക്ക് കൊടുക്കാതെ മാറ്റുന്നു. ഇത് പെൺകുട്ടിക്ക് ഏറെ ഇഷ്ടമുള്ള കേക്കാണെന്നും ഇത് അവൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്നും സിഇഒ പറയുന്നു. അതിനുശേഷം ജോലിക്കാരിയോട് ഉടനടി തന്നെ പെൺകുട്ടിയെ താഴേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ സമയത്ത് ജോലിക്കാരി പറയുന്നുണ്ട് സിഇഒയുടെ മറ്റൊരു സഹോദരന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാനായി പെൺകുട്ടി പോയിരിക്കുകയാണെന്ന്. ഇത് കേട്ട സിഇഒയ്ക്ക് തന്റെ ദേഷ്യ അസൂയയെ അടക്കാനായില്ല. പെൺകുട്ടി തന്റെ സഹോദരന്റെ ഒരു ഫാനാണെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നു.